ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനം ഒന്നാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 1 പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഹായ് കളിവണ്ടി. കാറിന് ചക്രങ്ങൾ വരച്ചു ചേർത്ത് നിറം നൽകി ഭംഗിയാക്കും. അപ്പോൾ ഇവിടെ ഒരു കാറിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് 2 ചക്രങ്ങൾ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിന് നിറം നൽകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാർ പ്രവർത്തനം ചെയ്തിരുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 2 എന്തൊരു ചന്തം. ജങ്കു ക്ലാസ്സിൽ കണ്ട കാഴ്ചകൾ വായിച്ചു നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ, ചിത്രം വരയ്ക്കും. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാനും അതിനുശേഷം അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും അതുപോലെ ഒരു ചിത്രം വരയ്ക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം. പല നിറത്തിലുള്ള വാഹനങ്ങൾ. കൺമണിയുടെ കയ്യിലതാ കുഞ്ഞുകാർ, ഭംഗിയുള്ള മഞ്ഞക്കാർ. ഡയാനയുടെ ബസ്സിന് നീല നിറം. ചിഞ്ചുവിൻ്റെ കയ്യിലോ വിമാനത്തിന് ഓറഞ്ച് നിറം. ജങ്കുവിന് കൗതുകമായി. അവൻ തുള്ളിച്ചാടി. കൺമണി ഇത് കണ്ടു. അവൾ ഓടിച്ചെന്നു. ജങ്കുവിനെ കെട്ടിപ്പിടിച്ചു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡയാനയുടെ ബസ്സിൻ്റെ നിറം എന്താണ്? നീല നിറമാണ് ഡയാനയുടെ ബസ്സിൻ്റെ നിറം. അപ്പോൾ അവിടെ നമുക്ക് നീല എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തേത്, വാഹനങ്ങൾ കണ്ടപ്പോൾ ജങ്കു എന്തു ചെയ്തു? തുള്ളിച്ചാടി. മൂന്നാമത്തെ ചോദ്യം, ജങ്കുവിനെ കെട്ടിപ്പിടിച്ചത് ആരാണ്? ഉത്തരം കൺമണി. നാലാമത്തെ ചോദ്യം, ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ആരുടെ കയ്യിലാണ് ഉള്ളത്? ആരുടെ കയ്യിലായിരുന്നു? ചിഞ്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചിഞ്ചുവിൻ്റെ കയ്യിലുള്ള വാഹനത്തിന് ചിത്രം വരക്കൂ. വാഹനത്തിന് ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിഞ്ചുവിൻ്റെ കയ്യിൽ എന്തായിരുന്നു? വിമാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിമാനം അവിടെ നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വരച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി പ്രവർത്തനം 3 എത്ര വാഹനങ്ങൾ. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് എണ്ണി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എണ്ണീറ്റ് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആകെ വിമാനങ്ങൾ. അപ്പോൾ എത്ര വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്? എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 1 2 3 4 5 6 7. അപ്പോൾ 7 എന്ന് അവിടെ എഴുതുക. അതുപോലെ തന്നെ ആകെ കാറുകൾ. എത്ര കാറുകളാണ് ഇവിടെ കാണുന്നത്? 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ 13 എന്ന് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ. എത്ര ഓട്ടോറിക്ഷകളാണുള്ളത്? 11 ഓട്ടോറിക്ഷകളാണ്. നിങ്ങൾക്ക് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഏറ്റവും കൂടുതലുള്ള വാഹനം ഏത്? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഏതിലാണ്? 13 കാറുകളാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാറുകളാണുള്ളത്. ഇനി വാഹനങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ചെറുതിൽ നിന്ന് വലുതേക്ക് എഴുതുമ്പോൾ 7 11 13 അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 4 വണ്ടികളാണ്. വാഹനങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരം തിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ തരം തിരിക്കാം? അവിടെ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വിമാനം കൊടുത്തിട്ടുണ്ട്, തോണി കൊടുത്തിട്ടുണ്ട്, ബോട്ട് കൊടുത്തിട്ടുണ്ട്, ബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് എങ്ങനെ തരം തിരിക്കാം? കരയിലൂടെ പോകുന്നവ, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പോകുന്നവ, വായിലൂടെ പോകുന്നവ. കരയിലൂടെ പോകുന്നവ ഏതൊക്കെയാണ് ഇതിൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? സൈക്കിൾ, ബസ്, തീവണ്ടി. ഇവയെല്ലാം കരയിലൂടെയാണ് പോകുന്നത്. ഇനി അടുത്തത് വെള്ളത്തിലൂടെ പോകുന്നവ ഏതൊക്കെയാണ്? തോണി, ബോട്ട്. ഇനി വായുവിലൂടെ പോകുന്നവ ഏതൊക്കെയാണ്? വിമാനം, ഹെലികോപ്റ്റർ. അപ്പോൾ ഇങ്ങനെയാണ് തരം തിരിക്കേണ്ടത്. അടുത്തത് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തതിന് ചുറ്റും വട്ടം വരയ്ക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന 3ാമത്തെ ചിത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കരയിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതാണ്. ഇനി പ്രവർത്തനം 5 എന്ന് പറയുന്നത് അമ്പമ്പോ എന്തെല്ലാം. ജങ്കുവും കൂട്ടുകാരും കണ്ട ചന്തയെക്കുറിച്ച് എഴുതും. അപ്പോൾ അവിടെ ഒരു ചന്തയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജങ്കുവും കൂട്ടുകാരും കണ്ടിട്ടുള്ള കാഴ്ചകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചന്തയിൽ നിറയെ ആളുകളുണ്ട്. വിവിധതരം സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. മീൻ വിൽക്കുന്നവരും പച്ചക്കറി വിൽക്കുന്നവരും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരും ചന്തയിലുണ്ട്. ഒരുപാട് പച്ചക്കറികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം 1ാം ദിവസത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.